അസ്സലാമലൈക്കും ഹായ് ഓൾ എല്ലാവർക്കും മൈബൺസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖാണെന്ന് വിചാരിക്കുന്നു. ഞാൻ സോഫി. അയ്യോ എന്താണ്ട് മറന്നല്ല കിട്ടിപ്പോയി. അങ്ങനെ ഇത്തവണത്തെ റമദാനും തുടങ്ങിയല്ലേ. ഒരുപാട് ആഘോഷങ്ങളും മാനസികമായ ഒരു സന്തോഷമൊന്നും ഇല്ല, എന്നാലും റമദാനെ നല്ല രീതിയിൽ തന്നെ നമ്മൾ വരവേൽക്കണം. അപ്പോൾ എല്ലാവർക്കും റമദാൻ കരീം. ഇന്ന് ഞാനൊരു ചെറിയ ഡിന്നർ വ്ളോഗാണ് കാണിക്കുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല, സാധാരണ ചപ്പാത്തിയും പിന്നെ ഒരു ചിക്കൻ കറിയും ആണ് ഉണ്ടാക്കിയത്. പിന്നെ റമദാൻ്റെ തലേന്ന് രാത്രി ഇന്നലത്തെ ഡിന്നറാണേ. അപ്പോൾ ചിക്കൻ കറി ഞാൻ നാടൻ ടേസ്റ്റിൽ തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയത്. പിന്നെ ഈ ചപ്പാത്തി കുറച്ചൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർക്കൊരു കംപ്ലൈൻറ്റ് വരുന്നതാണ്, എപ്പോഴും ചപ്പാത്തി ഭയങ്കര ഹാർഡായി പോകുന്നു, ചൂടോട് കൂടിയിട്ടായാലും മുറിച്ചെടുക്കാനും തിന്നാനും ഒക്കെ ഭയങ്കര ഹാർഡ് എന്നുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റെസിപ്പി തപ്പുന്ന ആൾക്കാർക്ക് ഈ ഒരു റെസിപ്പി ഒന്ന് ഫോളോ ചെയ്ത് നോക്കാം. അപ്പം ഞാനിപ്പം ചപ്പാത്തീൻ്റെ മാവ് കുഴച്ചെടുക്കുന്നുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ബൗളിലേക്ക് ഞാനിപ്പം 1/2 കപ്പ് റവ തരി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പ് മൈദയും എടുത്തിട്ടുണ്ട്. മൈദക്ക് പകരം ആട്ടയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മൈദയാണ് എടുത്തത്. 1/2 കപ്പ് റവയും 1/2 കപ്പ് മൈദയും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഇതിലേക്ക് ഒരു മുട്ടയും കൂടെ ഞാൻ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് ഞാൻ കുഴച്ചെടുക്കുന്നത് സാധാ വെള്ളത്തിലല്ല, കുറച്ച് പാലിലാണ് ഞാനിത് കുഴച്ചെടുക്കുന്നത്. പാൽ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ 1/2 കപ്പ് പാലിൽ ഞാനിപ്പോൾ 1 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുത്ത് മിക്സാക്കിയിട്ട് അതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. ഇനി അതല്ല, പുളിപ്പില്ലാത്ത തൈരാണെങ്കിൽ അതും കുറച്ചൊന്ന് ലൂസാക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി. അപ്പം ഞാനിവിടെ ഇപ്പം പാലിൽ വിനീഗർ മിക്സാക്കിയിട്ട് അങ്ങനെയാണ് ഒഴിച്ചു കൊടുത്തത്. പാലിൽ വിനീഗർ മിക്സാക്കുമ്പം എന്തായാലും പാൽ പിരിഞ്ഞ് വരും. ആ പിരിഞ്ഞ് വന്നതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. നല്ലൊരു മണവും ടേസ്റ്റും ഉണ്ടാവും. പാലിൻ്റെ ആ ഒരു ടേസ്റ്റും ഉണ്ടാവും. പിന്നെ അത്യാവശ്യം നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അങ്ങനെ ഞാനിപ്പോൾ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ചൊന്ന് ഓയിൽ തടവിയിട്ട് ജസ്റ്റ് ഒന്ന് 1-2 മണിക്കൂർ നമുക്ക് അടച്ച് വെക്കാം. അപ്പോഴേക്കും കുറച്ചുകൂടെ സോഫ്റ്റ് ആവും. അപ്പോൾ ഈ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞാനിപ്പം ലാസ്റ്റ് ചേർക്കേണ്ട കാര്യങ്ങൾ ആദ്യമേ റെഡിയാക്കി വെക്കുകയാണ്. തേങ്ങൻ്റെ പാല് വേണം. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പം തേങ്ങ പൊടി ഇല്ല, അതുകൊണ്ട് ഞാൻ സ്റ്റോക്ക് ഇല്ലാത്തത് കൊണ്ട് തേങ്ങ ചിരവി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു അരമുറി തേങ്ങയാണ് വേണ്ടത്. അപ്പോൾ അരമുറി തേങ്ങൻ്റെ പാലെടുത്ത് വെക്കണം. നമ്മളിപ്പം ചിക്കൻ എത്രയാണോ എടുക്കുന്നത് അതിന് കണക്കായിട്ട് കുറച്ച് നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാൽ, 1-ാം പാല് 2-ാം പാല് എന്നൊന്നും അല്ല, ഒരുമിച്ചിട്ട് തന്നെയാണ് ഞാൻ പാലെടുക്കുന്നത്. അപ്പം ഇതാണ് ഞാനിപ്പോൾ എടുത്തത്. എല്ലാം കൊട്ടോട് കൂടിയിട്ടുള്ള ചിക്കൻ പീസസ് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഇതാ തേങ്ങൻ്റെ പാലെടുത്തിട്ടുണ്ട്. ഇതിപ്പം നല്ല കട്ടിയായിട്ടുള്ള ഒരു പാല് തന്നെയാണ്. 1-ാം പാല് 2-ാം പാല് എന്നായിട്ട് എടുത്തിട്ടില്ല. മൊത്തത്തിൽ ഞാൻ ഒരു പാലായിട്ട് തന്നെയാണ് എടുത്തത്. ലാസ്റ്റ് കറി ആയതിന് ശേഷം ഇത് ഒഴിച്ചു കൊടുക്കുക ചെയ്യാം. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം. കറി ഉണ്ടാക്കി തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം കുറച്ച് തേങ്ങ കൊത്തൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാനിപ്പം കുറച്ച് ഗീ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കുന്ന പാത്രത്തിൽ തന്നെയാണ് തേങ്ങാക്കൊത്ത് ഇപ്പോൾ വറുത്തെടുക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് ഓയിൽ ഒരുപാട് മാറി മാറി എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും 2 ടേബിൾ സ്പൂൺ ഗീയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നന്നായി ചൂടായി വന്നു കഴിഞ്ഞാൽ കുറച്ച് തേങ്ങാക്കൊത്ത്, ഒരു ടേസ്റ്റിന്, ഒന്ന് കടിക്കാനുള്ള ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിപ്പം കുറച്ചങ്ങനെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ തേങ്ങക്കൊത്ത് നന്നായിട്ടൊന്ന് കളറൊക്കെ മാറി ഒന്നങ്ങ് മൊരിഞ്ഞ് വന്നോട്ടെ. തേങ്ങാക്കൊത്തിന് പകരം നമുക്ക് വേണമെങ്കിൽ കുറച്ച് തേങ്ങ ചിരവി അതൊന്ന് ബ്രൗൺ കളറാക്കി ഒന്ന് വറുത്തെടുത്താലും മതി കേട്ടോ. ഇതിപ്പം തേങ്ങക്കൊത്ത് നന്നായി എന്താ പറയുക ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ലാസ്റ്റ് നമ്മൾ കറിയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു മണമൊക്കെ വരും. ഞാനങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചതാണ്, ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകണ്ട. ഇത് വേറൊരു ബൗളിലേക്ക് തൽക്കാലം ഞാനങ്ങ് മാറ്റുന്നുണ്ട്. പക്ഷെ നെയ്യോട് കൂടിയിട്ട് മാറ്റിയാലും കുഴപ്പമില്ല. ലാസ്റ്റ് ആ നെയ്യ് അങ്ങ് കറി ആകുമ്പോൾ ലാസ്റ്റ് അങ്ങ് കറിൻ്റെ മുകളിൽ അങ്ങ് ഒഴിച്ചു കൊടുത്താലും മതി. ഓക്കെ.
അങ്ങനെ ഇപ്പോൾ തേങ്ങാക്കൊത്തെല്ലാം വറുത്തെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉള്ളി ഇട്ടിട്ടൊന്ന് മാളിച്ചെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള 2 സവാളയാണ്. അതുപോലെ തന്നെ 1-2 പച്ചമുളക് എരിവിന് വേണ്ടിയിട്ട് അതും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. പിന്നെ ഈ ചിക്കൻ കറീൻ്റെ ഒക്കെ പല വെറൈറ്റീസ് ചെയ്തിട്ടുണ്ട്. ഇതിന് മുമ്പ് ഞാൻ തേങ്ങാപ്പാലിൽ പൊരിച്ചെടുക്കുന്ന ചിക്കൻ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണത്. അപ്പോൾ അതേപോലെ തന്നെ ടേസ്റ്റി ആയിരിക്കും. തേങ്ങാപ്പാലും കൂടി ആകുമ്പോൾ ഒരു നാടൻ ടേസ്റ്റ് കിട്ടും. ഇനി ഇത് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പങ്ങ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പോരാൻ തോന്നുവാണെങ്കിൽ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുക. കാരണം ഉപ്പിൻ്റെ കാര്യമല്ലേ, കൂടിപ്പോയാലൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇനി ഇത് നന്നായിട്ടൊന്നങ്ങ് വഴറ്റി ജസ്റ്റ് ഒന്ന് കളറൊക്കെ മാറി ഒന്ന് കുഴഞ്ഞ പോലെ ആയി വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഓരോന്നും ചേർത്ത് കൊടുക്കാം. സവാള ഇപ്പോൾ അത്യാവശ്യം ഒന്നങ്ങ് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ വെളുത്തുള്ളിയും ഇതുപോലെ 1/2 ടീസ്പൂണോളം ഇഞ്ചിയുടെ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായി ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം, വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ടൊന്നങ്ങ് സോഫ്റ്റായി കിട്ടാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് അടച്ചു വെക്കാം. ഒരു മിനിറ്റൊക്കെ ഏറ്റവും ലോ ഫ്ലെയിമിലൊന്നങ്ങ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഒന്ന് നന്നായിട്ട് സോഫ്റ്റ് ആയിക്കോളും. ഇനിയിപ്പോൾ മൂടി തുറന്നിട്ട് ഒന്ന് നന്നായി വഴറ്റിയെടുക്കുക. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് സോഫ്റ്റായിട്ടുണ്ട്. നല്ല ആ ഒരു മണമൊക്കെ വരുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർത്തപ്പം അത് മൂത്ത് വന്നതിൻ്റെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു മീഡിയം വലിപ്പത്തിലുള്ള തക്കാളിയാണ് എടുത്തത്. എന്നിട്ട് എല്ലാം കൂടെ നന്നായി ഒന്നങ്ങ് മിക്സാക്കി വഴറ്റിയെടുക്കാം. ഇനി ഇത് നന്നായി ഒന്നങ്ങ് ഉടഞ്ഞ് കിട്ടണം. ഈ തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് ഉടഞ്ഞ് കിട്ടണം. അപ്പോൾ അതുവരെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്നങ്ങ് അടച്ച് വെക്കണം. ഞാനിപ്പോൾ തക്കാളി ഇതാ നന്നായിട്ട് അങ്ങ് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികളൊന്ന് ചേർത്ത്. അപ്പോൾ ഈ ഒരു കറിയിൽ മല്ലീൻ്റെ കളറും മല്ലീൻ്റെ ടേസ്റ്റുമാണ് കുറച്ച് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മല്ലിയാണ് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും 1.5-2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി വരുന്നത് വരെ ഒന്നങ്ങ് വഴറ്റിയെടുത്തിട്ട് നമുക്കിതിലേക്ക് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ അങ്ങ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചിക്കൻ ഞാൻ എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ ഒരു മീഡിയം വലിപ്പത്തിൽ തന്നെ കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതല്ല എല്ലാം കൊട്ടൊന്നും ഇല്ലാണ്ട് തനിയിറച്ചിയാണ് വേണ്ടതെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ചെറിയ ചെറിയ പീസാക്കിയിട്ടാണെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കിയെടുക്കാം. അങ്ങനെ ഞാനിപ്പോൾ എല്ലാം നന്നായിട്ട് അങ്ങ് മസാലയിൽ മിക്സാക്കിയിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ ഇതിൽ കടന്നിട്ട് അങ്ങ് വെന്ത് വരണം. സാധാരണ ഞാൻ ചിക്കൻ സെപ്പറേറ്റ് ആയിട്ടാണ് വേവിക്കാറ്. ഇതിപ്പോൾ ഞാൻ ഈ ഒരു മസാലയിൽ തന്നെ ചിക്കൻ അങ്ങ് വെന്തോട്ടെ, ആ ഒരു ഫ്ലേവറൊക്കെ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചിട്ടില്ല. ഈ ഒരു ഉള്ളി തക്കാളിയിൽ തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം കുറച്ച് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കണം. കുറഞ്ഞത് 1 ഗ്ലാസ്സെങ്കിലും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഇതങ്ങ് വേവിച്ചെടുക്കാം. എന്തായാലും ചിക്കനിന് കുറച്ച് വെള്ളം ഇറങ്ങും, ഉള്ളിൽ നിന്നും തക്കാളിയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങും. അതുകൊണ്ട് ഒരുപാട് വെള്ളം വേണമെന്നില്ല. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സാക്കിയിട്ട് അടച്ച് വെച്ചിട്ട് ചിക്കൻ വേവുന്നത് വരെ അങ്ങ് വേവിച്ചെടുക്കാം. അങ്ങനെ ചിക്കൻ കറി അവിടെ വേവുന്ന സമയത്തേക്കും ചപ്പാത്തിക്കുള്ള മാവിത ഒന്ന് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് ചെറിയ ചെറിയ ബോളാക്കി എടുത്തിട്ടുണ്ട്. ചെറുതല്ല, അത്യാവശ്യം കുറച്ച് വലിയ സൈസ് തന്നെ, നമ്മുടെ ഒരു പൊറോട്ടൻ്റെ സൈസിലുള്ള ബോളാണ് ഞാനിപ്പോൾ എടുത്തത്. എന്നിട്ട് നമ്മൾ റോളർ യൂസ് ചെയ്ത് പരത്തണം എന്നില്ല, ഇതിൽ കൈകൊണ്ട് തന്നെ നന്നായിട്ട് പരത്തിയെടുത്താൽ മതി. പൊറോട്ടയ്ക്ക് നമ്മൾ കൈകൊണ്ട് അങ്ങനെ പരത്തിയെടുക്കുന്നില്ലേ, അതുപോലെ പരത്തിയെടുത്താൽ മതി. കുറച്ച് ഓയിലൊന്ന് മുകളിൽ തടവി കൊടുത്തിട്ട് പരത്തിയെടുത്താൽ നന്നായിട്ട് മുറിഞ്ഞു പോകാണ്ട് നല്ല രീതിയിൽ തന്നെ പരത്തിയെടുക്കാൻ പറ്റും. പിന്നെ ഇത് പൊറോട്ട പോലെ വീശിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, തരി റവയും കൂടെ ചേർത്തതല്ലേ, അപ്പം മുറിഞ്ഞു പോകും. അതുകൊണ്ട് കൈകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് പരത്തി നീട്ടിയെടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ഒന്നങ്ങ് തടവി എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ കുറച്ച് പൊടിയും കൂടെ അങ്ങ് വിതറി കൊടുക്കാം. ലെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓയിൽ ഒഴിച്ച് അതിൻ്റെ മുകളിൽ കുറച്ച് പൊടി വിതറി കൊടുക്കുന്നത്.
ഇതിപ്പം സ്ക്വയറായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കട്ട് ചെയ്യുന്ന രീതി ചെറുതായിട്ടൊന്ന് മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇതേപോലെ 2 സൈഡിൽ നിന്നും 4 ഭാഗത്താക്കിയിട്ട് അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാം. നടുഭാഗം ഒഴിച്ചിട്ട് 2 സൈഡിൽ നിന്ന് അങ്ങനെ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് രണ്ടും മടക്കിയെടുക്കാം. ഉള്ളിലേക്ക് മടക്കിയെടുത്തിട്ട് പിന്നെ ആ 2 സൈഡിൽ നിന്നും മടക്കിയെടുത്തതിന് ഉള്ളിലേക്ക് വെച്ചിട്ട് മടക്കി കൊടുക്കാം. എന്നിട്ട് ആ നടുഭാഗത്തുള്ളതിനെയും ഇതേപോലെ ഉള്ളിലേക്ക് കവർ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയാണ് ഈ ഒരു ചപ്പാത്തി നമ്മൾ പരത്തിയെടുക്കാറ്. അപ്പോൾ പ്രത്യേകിച്ചൊരു റോളറിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി ഇത് കൈകൊണ്ട് തന്നെ നമ്മൾ പൊറോട്ടയ്ക്ക് പരത്തുന്നത് പോലെ കൈകൊണ്ട് തന്നെ പരത്തിയാൽ മതി. അപ്പോൾ പ്രത്യേകിച്ചും നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് നന്നായിട്ട് പരത്തിയെടുക്കാനും പറ്റും. പിന്നെ കുറച്ച് ഓയിലൊന്ന് കയ്യിൽ വെച്ചിട്ട് തടവിയിട്ട് ജസ്റ്റ് ഒന്ന് പരത്തിയെടുത്താൽ മതി. നന്നായിട്ട് പരത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് തുറന്ന് നോക്കാം, എന്തായി എന്നൊന്ന് നോക്കാം. ഇടയ്ക്കൊന്നങ്ങ് ഇളക്കി കൊടുക്കണം. ഒരേ വേവിലങ്ങ് വേവിച്ചെടുക്കാൻ പറ്റില്ലല്ലോ, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ ഒന്നുകൂടെ വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഗ്രേവി കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ചിക്കൻ കുറച്ചും കൂടെ വേവാനുണ്ട്. ചിക്കൻ കംപ്ലീറ്റായി വെന്തതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെക്കാം. അപ്പോൾ അതിനിടയ്ക്ക് ചപ്പാത്തി ചൂടാനായിട്ട് കല്ല് നന്നായി ചൂടാക്കി എടുത്തിട്ടുണ്ട്. നല്ല ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് പരത്തിയെടുത്തിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതങ്ങ് ചുട്ടെടുക്കാം. സാധാരണ ചപ്പാത്തിയും പൊറോട്ടയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ തന്നെ. അപ്പോൾ ഓയിൽ വേണ്ടാന്നുള്ള ആൾക്കാർക്ക് ഓയിൽ അവോയ്ഡ് ചെയ്യാം. കുറച്ച് ഓയിൽ എന്തായാലും ഇതിലൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഓയിൽ അല്ലെങ്കിൽ ഗീ ചേർത്ത് കൊടുക്കുക, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ ഒരു ഭാഗം ഒന്ന് ആറി വന്നു കഴിഞ്ഞാൽ അടുത്ത ഭാഗം തിരിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതങ്ങ് മൊരിച്ച് ചുട്ടെടുക്കുക. അപ്പോൾ ഇത് കുറച്ച് തടിയുള്ളതാണ്, നമ്മൾ പൊറോട്ട പോലെ തന്നെ തടിയുള്ളതാണ്, നേരിയതല്ല ചപ്പാത്തി പോലെ. അപ്പോൾ അതുകൊണ്ട് ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചുട്ടെടുക്കുന്നതായിരിക്കും നല്ലത്. ഉൾഭാഗമൊക്കെ ഒന്ന് വെന്ത് കിട്ടണമല്ലോ. അപ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെ പോക്കറ്റ് പോലെ ആയിട്ട് വരും. പിന്നെ ഇത് തിന്നാനും നല്ല ടേസ്റ്റുമാണ്. തരിയും, അതായത് റവയും മൈദയും അല്ലെങ്കിൽ റവയും ആട്ടയും കൂടിയാകുമ്പം നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ചൂടാറിയിട്ട് നല്ല തണുത്തിട്ടുള്ള സമയത്ത് പോലും ഇത് തിന്നുമ്പോൾ നല്ല മുറിച്ചെടുക്കാനും പറ്റും, നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യുന്നുണ്ട്. അടിപൊളിയാണ് കേട്ടോ. ഈ രീതിയിലൊന്ന് ചപ്പാത്തി ഉണ്ടാക്കി നോക്ക്. മടക്കുന്നതും പരത്തുന്നതും ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തോ, അതൊന്നും കുഴപ്പമില്ല. കുറച്ച് റവയും ആട്ടയോ അല്ലെങ്കിൽ മൈദയോ മിക്സാക്കിയിട്ട് ഇതേപോലെ പൊടി കുഴച്ചെടുക്കുക. നല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ള ചപ്പാത്തി കിട്ടും. അങ്ങനെ ചപ്പാത്തി അവിടെ നിന്ന് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ കറി കുറച്ചൊന്ന് ഗ്രേവിയൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അതുപോലെ ചിക്കനും നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പം തേങ്ങാപ്പാൽ അരമുറി തേങ്ങ ചിരവിയിട്ട് ഒരു 1.5 ഗ്ലാസോളം വെള്ളം ഒഴിച്ചിട്ടാണ് പാലെടുത്തത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുതൽ ഒരു 1.5 ടീസ്പൂൺ വരെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ആ തേങ്ങാ കൊത്തുണ്ടല്ലോ, അതും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. മിക്സാക്കിയിട്ട് ഈ ഒരു തേങ്ങാപ്പാലിൽ ഇനി ഇതൊന്നങ്ങ് നന്നായിട്ട് തിളച്ച് വന്നോട്ടെ. ജസ്റ്റ് ഒന്ന് തിളച്ച് വന്ന് ആ ഒരു തേങ്ങാപ്പാലും ചിക്കനൊക്കെ ഒന്ന് മിക്സായി ഒന്ന് പിടിച്ച് വന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി അതല്ല കുറച്ചും കൂടെ കുറുകിയിട്ടുള്ള ഗ്രേവിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒന്നങ്ങ് തുറന്ന് വെച്ചിട്ട് വറ്റിച്ചെടുത്താൽ മതി. പിന്നെ കറി ഇപ്പോൾ 1-2 തവണ അങ്ങ് തിളച്ച് വന്നിട്ടുണ്ട്. ഞാനങ്ങനെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കറി റെഡിയായി. ഇനി അടച്ച് വെക്കാം. പിന്നെ ഈ തേങ്ങാപ്പാലിൻ്റെ കൂടെ കുറച്ചധികം കുരുമുളകിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കുരുമുളക് പൊടി കുറച്ചധികം ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതിലേക്ക് എൻ്റെ അടുത്ത് ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയത് ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടച്ച് വെക്കുക. നമ്മുടെ കറി റെഡിയായി. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള എന്താ പറയുക, തേങ്ങാപ്പാൽ ചിക്കൻ കറിയും പിന്നെ അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് പൊറോട്ട ചപ്പാത്തിയും റെഡി ആയിട്ടുണ്ട്. പൊറോട്ടയാണോ എന്ന് വെച്ചാൽ പൊറോട്ടൻ്റെ ടേസ്റ്റാണ്, ചപ്പാത്തിയാണോ എന്ന് വെച്ചാൽ ചപ്പാത്തീൻ്റെ സ്റ്റൈലാണ്. അപ്പോൾ അതുകൊണ്ടാണ് പൊറോട്ട ചപ്പാത്തി എന്ന് പറയുന്നത്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്ക്. ഈ ഒരു കറിയും അതുപോലെ തന്നെ ഈ സ്റ്റൈലിൽ ചപ്പാത്തിയും നല്ല സോഫ്റ്റാണ്, എന്താ പറയുക, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയൂ. പുതിയ റെസിപ്പീസും പുതിയ വ്ളോഗ്സും ടിപ്സും ഒക്കെ ആയിട്ട് ഇനിയും കാണാം. പിന്നെ അതുപോലെ തന്നെ ഞാൻ അനൗൺസ് ചെയ്തിട്ടില്ല, ഇപ്പോൾ റമദാൻ റെസിപ്പീസ് ഞാൻ കഴിഞ്ഞ 2 തവണയായിട്ട് ഞാൻ ഡെയിലി വ്ളോഗ്സ് ഇടാറുണ്ട്. അപ്പോൾ ഇത്തവണ എനിക്ക് പറ്റുമോ എന്നറിയില്ല. എന്തായാലും പറ്റുവാണെങ്കിൽ ഞാൻ ഡെയിലി ചെയ്യുന്നതായിരിക്കും, ചെയ്യാൻ ശ്രമിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതെല്ലാവരും വീഡിയോസ് കാണണം. ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു. സ്റ്റേ ഹോം, സ്റ്റേ സേഫ് and take care of yourself.